2023 കേരള PSC ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക് കോളേജിന് വേണ്ടിയിട്ടുള്ള ലെക്ചർ ഇൻ കോമേഴ്സ് പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റൈസിംഗ് ഓഫ് ഫിനാൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൺസോർഷ്യം ഓഫ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് പോപ്പുലർലി നോൺ ആസ് അണ്ടർറൈറ്റിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, കോർപ്പറേറ്റ് കൗൺസിലിംഗ്. ശരിയായ ആൻസർ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ബാങ്കിന് വലിയ പ്രൊജക്റ്റുകൾ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ്, അതിനാണ് കൺസോർഷ്യം എന്ന് പറയാം, അവർ ഒന്നിച്ച് റൈസിങ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്, അതിനെയാണ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയാം. മറ്റ് ഓപ്ഷനുകൾ നോക്കാം. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർ ഡിബെഞ്ചറുകൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, ഇൻ കേസ് ഓഫ് IPO പോലുള്ള സമയങ്ങളിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് മാനേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സ്റ്റോക്ക്, ബോണ്ട് ടു അച്ചീവ് സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗോൾസ്. കോർപ്പറേറ്റ് കൗൺസിലിംഗ് ഒരു അഡ്വൈസറി സർവീസാണ്, കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന അവർക്ക് ആവശ്യമായ സ്ട്രാറ്റജി, റീസ്ട്രക്ചറിങ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ.